നമസ്കാരം. ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വാദങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് ഉച്ചയ്ക്ക് ഇന്ന് സുപ്രീം കോടതി ലഞ്ച് ബ്രേക്കിനായി പിരിഞ്ഞത്. അതായത് ഏതാണ്ട് 55 ഹർജികൾ ഉണ്ടായിരുന്നു, പുനഃപരിശോധനാ ഹർജികൾ. അതിൽ 10 എണ്ണമാണ് കോടതി കേട്ടത്. ബാക്കി എല്ലാവരോടും എഴുതി തരാൻ കഴിഞ്ഞു. ഇതിന് പേരിൽ കോടതിയിൽ അഭിഭാഷകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ വാദം ഉയർത്തുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ അഭിഭാഷകർക്ക് പോലും അവസരം ലഭിച്ചില്ല. അങ്ങനെ കോടതി നിർബന്ധമായും അച്ചടക്കത്തിന്റെ വാളെടുക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഫയലെടുത്ത് മേശപ്പുറത്തടിക്കുകയും ഒക്കെ ചെയ്താണ് അഭിഭാഷകരെ മെരുക്കിയത്. തുടർന്ന് കോടതി ആ വാദം മുഴുവൻ പൂർത്തിയായതായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഒക്കെ ഉച്ചയ്ക്ക് 1 മണിക്ക് പിരിയുന്നതിന് മുമ്പ് അവസാനിച്ചു. 2 മണിക്ക് കോടതി തുടരുമ്പോൾ കോടതി 2 മണിക്കാണ് പിന്നീട് ചേരുന്നത്. അങ്ങനെ 2 മണിക്ക് ചേരുമ്പോൾ കോടതി വെച്ചിരിക്കുന്നത് പ്രധാനമായും ദേവസ്വം ബോർഡിന്റെ വാദം കേൾക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ദേവസ്വം ബോർഡ് നിലപാട് സർക്കാർ നിലപാട് ആയിരിക്കുകയില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് വാസ്തവത്തിൽ സാവകാശ ഹർജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ പുനഃപരിശോധന ഹർജി അല്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഹർജിയാണ് അടുത്തതായി കേൾക്കുന്നത്. ദേവസ്വം ബോർഡ് ഹർജി കേട്ടതിന് ശേഷം റിട്ട് ഹർജികൾ പരിഗണിക്കും. 4 റിട്ട് ഹർജികൾ നൽകിയിരുന്നു. 4 ഹിന്ദു സംഘടനാ പ്രതിനിധികളാണ് നൽകിയിരിക്കുന്നത്. അതിൽ 2 ഹൈക്കോടതിയിൽ നൽകിയത് വിളിച്ചു വരുത്തിയതാണ്. ഈ വിഷയവും കോടതി വളരെ പെട്ടെന്ന് തന്നെ പരിഗണിച്ചു പോകുമെന്നാണ് കരുതുന്നത്. കാരണം സമാനമായ വിഷയം തന്നെയാണ്. അത് അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് റിട്ട് ഹർജിയിലൂടെ സമർപ്പിച്ചിരിക്കുന്നത്, ഭരണഘടനാ വിഷയം. അപ്പം കോടതി ഇത് തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം കൂടി കോടതി പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ 3 മണിയോടുകൂടി കോടതി പിരിയുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവശേഷിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കോടതിക്ക് ഈ വിഷയങ്ങളെല്ലാം കൂടി 15 മിനിറ്റ് കൊണ്ട് കേൾക്കാവുന്നതേ ഉള്ളൂ. അതായത് ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ വാദം അടക്കമുള്ളത് കേട്ട് കഴിഞ്ഞു. ഇനി ദേവസ്വം ബോർഡിന്റെ വാദം കേൾക്കുക, ഒപ്പം റിട്ട് ഹർജികൾ പരിഗണിക്കുക. ഇതെല്ലാം കൂടി 15 മിനിറ്റ് കൊണ്ട് കേൾക്കാം. വേണമെങ്കിൽ കോടതിക്ക് വിധി പ്രഖ്യാപിക്കാനും സാധിക്കും ഇന്ന് തന്നെ. എന്നാൽ എഴുതി നൽകിയിരിക്കുന്ന വാദങ്ങളൊക്കെ കോടതിക്ക് എങ്ങനെ പരിഗണിക്കാൻ കഴിയും എന്ന ചോദ്യമുണ്ട്. പുനഃപരിശോധനയിൽ എഴുതി നൽകാൻ പറയുമ്പോൾ അതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കോടതി ഇന്ന് വിധി പറയുമോ എന്ന കാര്യത്തിൽ തീരുമാനമില്ല. പക്ഷേ ഇതുവരെ ലഭിച്ച സൂചനകൾ വെച്ച് നോക്കിയാൽ 2 മണിക്ക് കോടതി തിരിച്ചു വരുമ്പോൾ 15 മിനിറ്റ് കൊണ്ട് ബാക്കി വാദങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം 3 മണിക്ക് പിരിയുന്നതിന് മുൻപ് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറ്റ് അഭിഭാഷകരുടെ വാദം കേട്ടില്ല എന്നുള്ളത് കോടതിക്ക് ഒരു തർക്കമോ അല്ലെങ്കിൽ ഒരു ആക്ഷേപമായി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വേണമെങ്കിൽ കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചുകൂടാകുകയില്ല. എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസത്തെ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. കൃത്യം 10:30 തന്നെ കോടതിയിൽ 5 ജഡ്ജിമാരും ഹാജരായിരുന്നു. 5 ജഡ്ജിമാരും വാദങ്ങൾ മുഴുവൻ കേട്ടു. ആദ്യം വാദം ഉന്നയിക്കാൻ അവസരം ലഭിച്ചത് NSSന്റെ അഭിഭാഷകനായിരുന്നു, പരാശൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ, അതായത് ഇവിടെ മുമ്പ് ജഡ്ജിമാരെക്കാൾ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനാണ്. അങ്ങനെ NSSന് വേണ്ടി അദ്ദേഹം ശക്തമായ വാദങ്ങൾ ഉയർത്തു. ജഡ്ജിമാർ മുഴുവൻ അത് കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഗിരിയായിരുന്നു, കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്നു, ഗിരിയായിരുന്നു. അദ്ദേഹം തന്ത്രിക്ക് വേണ്ടിയാണ്, തന്ത്രിയുടെ വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. പിന്നീട് അഭിഷേക് മനു സിംഘി പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദങ്ങൾ ഉയർത്തി. അഭിഷേക് മനു സിംഘിയുടെ വാദങ്ങൾ തടയാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനുശേഷം ശേഖർ എന്ന് പറയുന്ന വക്കീൽ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടിയാണ് ഉയർത്തിയത്. പിന്നീട് വെങ്കട്ടരമണി, വെങ്കട്ടരാമൻ എന്നിവരും ഗോപാൽ എന്ന് പറയുന്ന ആളുമാണ് ഉന്നയിച്ചത്. പിന്നീട് സായി ദീപക്, കൈലാസ് നാഥ് പിള്ള, അങ്ങനെ ഇത്രയധികം ആളുകളുടെ വാദങ്ങൾ കേട്ടു. പന്തളം കൊട്ടാരം അടക്കമുള്ളവരുടെ വാദങ്ങൾ കേട്ടു. ബാക്കിയുള്ളവരുടെ വാദങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല, എഴുതി തരാനാണ് കോടതി പറഞ്ഞത്. ഒരേ വാദങ്ങൾ തന്നെ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ശകാരിക്കുകയുണ്ടായി. എന്തായാലും എല്ലാവരും പ്രധാനമായും ശബരിമലയിൽ ഭരണഘടനയുടെ 25, 26 വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ആർട്ടിക്കിൾ അനുസരിച്ചുകൊണ്ട് ആചാരങ്ങളും മത വികാരങ്ങളും സംരക്ഷിക്കുക എന്ന വാദമാണ് ഉയർത്തിയത്. ഒപ്പം നൈഷ്ഠിക ബ്രഹ്മചര്യം അടക്കമുള്ള ആചാരങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി. എന്തായാലും തുല്യത എന്ന വാദം ഉയർത്തിക്കൊണ്ട് സർക്കാരും രംഗത്ത് വന്ന് സർക്കാരിന് വേണ്ടിയിട്ട് എത്തിയ അഭിഭാഷകൻ തുല്യതയുടെ വിഷയം മാത്രമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും പുനഃപരിശോധിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കോടതി പിരിയുന്നത്. 2 മണിക്ക് കോടതി കൂടിയാൽ 3 മണിക്ക് മുൻപ് 3 മണിക്ക് കോടതി പിരിയുന്നത് വരെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒന്നുകിൽ കോടതി തീരുമാനം പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ കോടതി പിന്നീട് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് തീരുമാനത്തെക്കുറിച്ചുള്ള തീരുമാനം പറയാം.